എവിടെ മോനെ ടാക്സി എവിടെ മോനെ? ഏത് കാട്ടിലുള്ളത് ഈ ചൂടത്ത് ഇങ്ങനെ വരാൻ നിൽക്കരുത്. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര മസ്കത്തിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ അകലെയുള്ള ഫഞ്ച ഹെറിറ്റേജ് ഹൗസ് കഫേയിലേക്കാണ്. ഓക്കെ, ബസ്സിലാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് ബസ്സിൽ എങ്ങനെ പോകണം, അവിടെ എന്തൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ മനസ്സിലാവും. നമുക്കിനി അങ്ങോട്ടേക്കുള്ള യാത്ര തുടരാം. ബസ് ടൈം വരുന്നത് 11:30 ഇപ്പോൾ സമയം 10:30. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, കൂടെ ഒരു ഫ്രണ്ടും ഉണ്ട്. ഇപ്പോൾ എണീച്ചിക്കോ ആവും, എന്തായാലും നോക്കി നോക്കാം. ഓ എന്താ ചൂട്! ചൂട് നമുക്ക് നമുക്ക് ട്രിപ്പിന് പോകുമ്പോൾ ഒരു വിഷയമല്ല. എന്തായാലും ചായ കുടിച്ചിട്ട് പോവാം. അതൊക്കെ ചായക്ക് എന്താ കഴിക്കാനുള്ള നോക്കാം. സർക്കാർ ചായ ആയോ? ചായ ഉണ്ടോ? ഓക്കെ, ചായ റെഡിയാണ്. ഇന്ന് ഉച്ചക്ക് നല്ല ബിരിയാണിയാണ്, പക്ഷെ നമുക്ക് കഴിക്കാൻ സമയമില്ല. നമുക്ക് ട്രിപ്പ് പോകല്ലേ. ബിരിയാണി കാര്യം മറന്നുപോയി. അങ്ങനെ ട്രിപ്പ് നാളത്തേക്ക് മാറ്റി വെക്കാൻ. ചായക്ക് നല്ല പുട്ടുണ്ട്, ചിക്കൻ കറിയുണ്ട്. ഓക്കെ, അപ്പോൾ ചായ കുടിക്കട്ടെ, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ടാക്സിയിലാണ് ഇവിടുന്ന് അസേബ വരെ പോകുന്നത്. അസേബയിലാണ് ബസ് സ്റ്റേഷൻ. അവിടെ 11:30 ബസ് ടൈം. ഇപ്പോൾ 11 മണിയായി. ഓക്കെ ഓക്കെ, ടാക്സി എത്തിയിരിക്കുന്നു. എവിടെയാണ്? ചൂടിനെ പ്രതിരോധിക്കാൻ നല്ല തണുത്ത വെള്ളമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ട്രിപ്പാണ്. ഷംസു ഓക്കെ ഓക്കെ, എന്നാ പോവാ കയറിക്കോ. വേറെ നമുക്ക് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റേഷൻ എടുക്കാം. അസ്സലാമു അലൈക്കും. വാഹനത്തിൽ ബസ് കയറി എത്ര മണിക്കൂറുണ്ടാവും? അവിടെ എത്താൻ 1 മണിക്കൂറോ? അവിടെ അറിഞ്ഞിട്ട് അവിടെ നിന്ന് വേറെ ടാക്സി മാർക്കാറുണ്ട്. അവസാനം നമ്മൾ ബസ് സ്റ്റേഷൻ എത്തിയിരിക്കുന്നു. ഇതാണ് അസേബല്ല ബസ് സ്റ്റേഷൻ. ഇവിടെ ഇറങ്ങല്ലോ, ഇവിടെ ഇറങ്ങാം. ഞങ്ങൾ ഇറങ്ങിയ ഭാഗത്തല്ല ഓഫീസ് വരുന്നത്. ഓഫീസ് വരുന്നത് അതിന് ഓപ്പോസിറ്റ് സൈഡാണ്. ഇതാണ് ഓഫീസ് വരുന്നത്. ഇവിടെ ടിക്കറ്റ് കാണിക്കണം. ഓ എന്താ ചൂട്! ഇപ്പോൾ സമയം 11:20 10 സമയം ഇനിയുണ്ട്. നമ്മുടെ ബസ് ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇതാണ് ബസ്. ഇത് തന്നെയാ? എങ്ങനെ നമ്പറോ? ഫ്രണ്ടിലോ? അതൊന്നും കാണിച്ചാലോ? 103. അതന്നെ നമ്മുടെ ബസ്സിൻ്റെ നമ്പർ 103 ആണ്. ടിക്കറ്റ് കാണിച്ചു കൊടുക്കുന്നു അല്ലേ? ഫഞ്ച അല്ല 11:30. ബസ്? ഓക്കെ, ബസ് തന്നെയാണ്. കൺഫേം ആക്കിയാണ്. ആദ്യം ടിക്കറ്റ് കാണിച്ച് കൺഫേം ആക്കണം, എന്നിട്ട് ഉള്ളിൽ കയറാൻ പറ്റും. ടിക്കറ്റ്, ID കാർഡ്, ഫസ്റ്റ് ആയിട്ടും കയ്യിൽ വേണം, അല്ലെങ്കിൽ തിരിച്ച് റൂമിലേക്ക് പോകേണ്ടി വരും. ഫ്രണ്ടിൽ കയറുമ്പോൾ പറഞ്ഞ് ബേക്കിലാകാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ബസ്സിലേക്ക് കയറാൻ പോകണം. ഡ്രൈവർ സീനാക്കുന്നുണ്ട്. വണ്ടിൻ്റെ ഉള്ളിൽ ക്യാമറ അലോട്ടല്ല, എന്നാലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് വണ്ടി കാണിച്ചു തരാം. അടുത്ത സ്റ്റോപ്പ് വരുന്നത് റുസൈലാണ്. അതാണ് മെയിൻ സ്റ്റോപ്പ്. അവിടെ കുറച്ച് ആൾക്കാർ കയറാനുണ്ടാവും. റുസൈൽ കഴിഞ്ഞാൽ പിന്നെ എത്ര സ്റ്റോപ്പ് ഉണ്ട് അങ്ങോട്ട്? പഞ്ചിലേക്ക് 3 സ്റ്റോപ്പ്. നേരത്തെ പറഞ്ഞ റൂട്ട് ചെറിയ തെറ്റുണ്ട്. ആദ്യം പോകുന്നത് എയർപോർട്ടിലേക്കാണ്. എയർപോർട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് റുസൈലിലേക്ക് പോകും. ഇപ്പം കറക്റ്റല്ലേ? നേരത്തെ ചെറിയ തെറ്റ് പറ്റിപ്പോയി, സോറി. അങ്ങനെ എയർപോർട്ട് എത്തിയിരിക്കുന്നു. ഇതാണ് എയർപോർട്ട്. ഇത് എയർപോർട്ടിൻ്റെ മുന്നേ ബേക്കോ? ഇത് ബേക്കല്ലേ? അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ്. ഇത് അണ്ടർഗ്രൗണ്ടാണ്. ഓക്കെ, യെസ്. അവസാനം നമ്മൾ ഫഞ്ച എത്തിയിരിക്കുകയാണ്. എവിടെയാണ് ഒരു പിടിയും കിട്ടുന്നില്ല. ഏതോ റോഡിന് അടുത്ത് ഇറക്കി വിട്ടിരിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ടാ പോണ്ടേ?
നല്ല റോഡ്, നല്ല ചൂട്. ആ പൊളി മൂട്. ബസ്സിൽ വരുന്നവർ ഫഞ്ചയിൽ ബസ് ഇറങ്ങിയാൽ ഇവിടുന്ന് വേറെ ടാക്സി വിളിച്ച് അങ്ങോട്ടേക്ക് പോകണം. ഇവിടുന്ന് 2-3 കിലോമീറ്റർ കാണിക്കുന്നത്. എവിടെ പോണേ ടാക്സി? എവിടെ പോണേ? നല്ല റോഡിൽ നിൽക്കുകയാണ് ഈ ചൂടത്ത്. ആ എന്താ സുഖം. ടാക്സി തന്നെ വരുമോ? ആ നല്ല ചൂട് കാറ്റ്. ഇനി 4 മിനിറ്റിന് ടാക്സി വരികയാണ്. ഇവിടെ ആകെ കാണുന്ന തണല് ആ മരത്തിൻ്റെ ഉള്ളിലാണ്. ആണെങ്കിൽ ഇത് ഇറങ്ങിപ്പോവുകയും ചെയ്യണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ ഒരു അനുഭവം ഫസ്റ്റ് ടൈമാണ്. ഇങ്ങനെ പെടാറില്ല. ടാക്സി ഓണറാണ്. ഓക്കെ, ടാക്സി എത്തിയിരിക്കുന്നു. ഓ എവിടെയാണ് കാക്ക? എത്ര നേരം കരിഞ്ഞു പോയി. ചൂട് കുറവാന്നാ പറയുന്നത്. അയ്യോ കുറവോ ഇതോ? എൻ്റെ അമ്മോ, തിരിച്ചിങ്ങോട്ട് ടാക്സി ഉണ്ടാവൂലേ? അങ്ങോട്ട് ടാക്സിയിലാണ് പോകുന്നത്. ഇങ്ങോട്ട് ടാക്സി കിട്ടിയില്ലെങ്കിൽ 8 കിലോമീറ്റർ നടക്കേണ്ടി വരും. എന്നാലും നോക്കുക ഇങ്ങോട്ട് ടാക്സി കിട്ടുമോ. ആദ്യം ഒന്ന് നടത്തട്ടെ. അവസാനം നമ്മൾ ഹെറിറ്റേജ് ഹൗസ് എത്തിയിരിക്കുന്നു. ഇതാണ് ഹെറിറ്റേജ് ഹൗസ്. യെസ്. تم الوصول إلى وجهة العميد. കൊടുത്തോ. എത്ര ചെയ്യാ? ريال 100. ايوه يس. شكرا. اوكي شكرا حبيبي. من يجلس ولا بعدين نروح نزوه؟ من يجلس. من يجلس. ഓക്കെ, അങ്ങനെ അവസാനം നമ്മൾ കണ്ടുപിടിച്ചു ഫഞ്ച ഹെറിറ്റേജ് ഹൗസ്. ഇതാണ് ഫഞ്ച ഹെറിറ്റേജ് ഹൗസ്.